മിശിഹായിലേറ്റം പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആരെയാണ് ഏറ്റവും വിലമതിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, ഇടവകകളിലായിക്കൊള്ളട്ടെ, ആർക്കാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്? ആർക്കാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഏറ്റവും വലിയവനായിട്ട്, വലിയവളായിട്ട്, ഒന്നാമനായിട്ട് നമ്മൾ ആരെയാണ് കാണുക? പലപ്പോഴും നമ്മൾ വലിയവരായിട്ട് കാണുന്നത് വളരെ സ്വാധീനമുള്ളവർ, അധികാരമുള്ളവർ, സമൂഹത്തിൽ ഒത്തിരി അംഗീകാരമുള്ളവർ, സമ്പത്തുള്ളവർ, നല്ല നല്ല വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവർ, ഇവരെയൊക്കെയാണ് നമ്മൾ വലിയവരായിട്ട് പലപ്പോഴും കാണുക. അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുക. എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് ദൈവദൃഷ്ടിയിൽ ആരാണ് വലിയവൻ, ദൈവത്തിൻ്റെ കണ്ണുകളിൽ ആരാണ് വലിയവൾ എന്ന് ഈശോ മനസ്സിലാക്കി തരികയാണ്. യാക്കോബും യോഹന്നാനും ഒന്നാമനാകാൻ ആഗ്രഹിച്ചിരുന്നവരാണ്, വലിയവരാകാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. യേശുവിൻ്റെ കൂടെ കൂടിയപ്പോൾ അവരുടെ ലക്ഷ്യവും ഒരുപക്ഷെ അതായിരുന്നിരിക്കാം, അവരുടെ മോട്ടിവേഷൻ അതായിരിക്കാം. എനിക്ക് വലിയവനാകണം, വലിയവളാകണം. അങ്ങനെ വന്നതുകൊണ്ടാണ് ഒരിക്കലും അവർ പറയുകയുണ്ടായി, ഈശോ സമരിയായിലൂടെ പോയപ്പോൾ സമരിയക്കാർ ഈശോയെ സ്വീകരിച്ചില്ല. അപ്പോൾ യാക്കോബും യോഹന്നാനും പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ ഇല്ലാതാക്കുവാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. എതിര് നിൽക്കുന്നവരെ നശിപ്പിക്കുക, അംഗീകരിക്കാത്തവരെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പിണക്കം തോന്നുന്നവർ, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുള്ളവരെ നശിപ്പിക്കുക എന്നുള്ള ചിന്തയൊക്കെ ഈ അപ്പസ്തോലന്മാരുടെ മനസ്സിലുമുണ്ടായിരുന്നു. ഇന്നിതാ യാക്കോബും യോഹന്നാനും അവരുടെ അമ്മയെ ഈശോയുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വലതുവശത്തും ഇടതുവശത്തും നിൽക്കുവാനുള്ള ആ ഒരു അവസരം തരാമോ എന്ന്. അപ്പോൾ ഈ അപ്പസ്തോലന്മാരുടെ, യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് വലിയവരാകണം. അതിനു വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അവർ അപ്പസ്തോലന്മാരായത് തന്നെ. എന്നാൽ ഈശോ അവർക്ക് ഒരു നല്ല പാഠം കൊടുക്കുകയാണ്. ഈശോ അവരുടെ മനസ്സിനെ, ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയാണ്. ഒരു ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി എങ്ങനെയുള്ളവനായിരിക്കണം, എങ്ങനെയുള്ളവളായിരിക്കണമെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ദാസനാകണം, ഒരു ശുശ്രൂഷകനാകണം. അതാണ് ഈശോ കാണിച്ചു തന്ന പാഠവും. ഈശോ കുനിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ പോലും തയ്യാറായി. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യന്, ഒരു ക്രിസ്ത്യാനിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ, അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ വിലയെന്ന് പറയുന്നത് ശുശ്രൂഷിക്കുക. എന്നേക്കാൾ വലിയവനായി മറ്റവനെ കാണുക, എന്നേക്കാൾ വിലമതിക്കപ്പെട്ടവനായി മറ്റൊരാളെ കാണുക. ഞാൻ ചെറുതാണ്, അവൻ വലുതാണ് എന്നുള്ള ആ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. ഇന്നത്തെ ആദ്യ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ആഗ്രഹമുണ്ട്, ഒന്നാമനാകണം, വലിയവനാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം നമ്മളൊക്കെ വെറും മൺപാത്രങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഉപമിക്കുന്നത് വെറും മൺപാത്രങ്ങളായിട്ടാണ്. ഈ മൺപാത്രത്തിൽ ഒരു വലിയ നിധിയുണ്ട്. ആ നിധി എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ. സാക്ഷാൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവിലൂടെ വസിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ നിധി. ഈ നിധി നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ബാഹ്യമായിട്ട് എത്രമാത്രം ഞെരുക്കപ്പെട്ടാലും, എത്രമാത്രം വിഷമതകളുണ്ടായാലും, ബാഹ്യമായിട്ട് നമ്മളെന്തെല്ലാം തകർച്ചകളിലൂടെ കടന്നു പോയാലും നമ്മളൊരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല, നമ്മളൊരിക്കലും തകർക്കപ്പെടുകയില്ല. കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുവാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈശോ ഉള്ളിടത്തോളം കാലം, ഈശോയുടെ ആത്മാവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും നമ്മളെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, വൈദികൻ, കാർമ്മികൻ കുർബാനയുടെ സമയത്ത് കയ്യിൽ പീലാസയും ആ പീലാസയിൽ തിരുരക്തവുമായി ഉയർത്തുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഒരു പീലാസയായിട്ട് കാണുക.
നമ്മുടെ ഉള്ളിലുള്ളത് യേശുവിൻ്റെ തിരുരക്തമാണ്. ആ നിധി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ആ ഈശോയെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പിലാസയാകുന്ന നമ്മളിൽ വസിക്കുന്ന ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. നമുക്ക് ഇന്നത്തെ ഈ വായനയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പാഠങ്ങൾ എന്താണ്? ഒന്നാമതായിട്ട്, ഈശോ നമുക്ക് ഒത്തിരി ഒത്തിരി അവസരങ്ങൾ തരുന്നു. ദൈവം നമുക്ക് പല പല സാധ്യതകൾ തരുന്നു, പല പല സാഹചര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓരോരുത്തരും അനുദപിച്ച് മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാകണം. അതിനുവേണ്ടി നമ്മളെ പല അനുഭവങ്ങളിലൂടെ ഈശോ കൊണ്ടുപോകുന്നു. കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അവസരങ്ങൾ ദൈവം നൽകുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവിക സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈശോയുടെ സുവിശേഷകരായി തീരുവാൻ വേണ്ടിയിട്ടാണ്. ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. യാക്കോബ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും ഒക്കെ അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ടായിരുന്നു. അവർക്കും ചില സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച് അവരെ തന്നെ വിശുദ്ധീകരിച്ച് സുവിശേഷകരായി മാറി, സുവിശേഷം കൊടുക്കുന്നവരായിട്ട് മാറി. യാക്കോബ് ശ്ലീഹായാണെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷിയായി മാറി. ഇന്നും സ്പെയിനിൽ അദ്ദേഹത്തിൻ്റെ കബറിടമുണ്ട്. ധാരാളം ആളുകൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വലിയവനായി തീർന്നു, രക്തസാക്ഷിത്വത്തിലൂടെ വലിയവനായി തീർന്നു. ഈശോ നമുക്ക് നൽകുന്ന പാഠം അതാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ, ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കുന്നുവോ അവരെ നമ്മളെക്കാൾ വലുതായി കണ്ട് അവരെ ശുശ്രൂഷിക്കുക. നമുക്കും പ്രാർത്ഥിക്കാം, നമ്മൾ ഓരോരുത്തരും സുവിശേഷകരായി തീരട്ടെ, ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സുവിശേഷകരായി തീരട്ടെ എന്ന് ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.